ഇപ്പോൾ KSEB ആയാലും കേരള വാട്ടർ അതോറിറ്റി ആയാലും ഇത് അല്ലെങ്കിൽ KSRTC ആയാലും ഇതൊന്നും തന്നെ ഈ ലാഭം ഉണ്ടാക്കാനുള്ള യൂട്ടിലിറ്റീസ് അല്ല. അതിവർ തിരിച്ചറിയണം. അതാണ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഈ അന്തസത്ത ഉൾക്കൊള്ളാതെയാണ് ഇവർ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വിഷയം. അത് തന്നെയാണ് ഈ നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രിക്കും പറ്റുന്ന ഒരു അബദ്ധം എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു രീതി, അതിൽ ചില മാറ്റങ്ങൾ വേണം, സ്വാഭാവികമായിട്ടും വേണം. അത്തരം മാറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പൊതുമേഖലകൾ, ഒട്ടേറെ പൊതുമേഖലകൾ ലാഭത്തിലാക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷത്തിനകം. പക്ഷേ എന്ന് കരുതി പൊതുമേഖലകൾ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയാണ് എന്ന രീതിയിൽ. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് എന്താണ്, ഫെസിലിറ്റേറ്റർ മാത്രമായാൽ മതി എന്നാണ്. എന്നുവെച്ചാൽ സംസ്ഥാനം പൂർണ്ണമായിട്ടും ഇത്തരം യൂട്ടിലിറ്റീസിൽ നിന്ന് മാറി നിൽക്കുക, എന്നിട്ട് പിന്നെ സ്വകാര്യ കുത്തക മൂലധനത്തിന് കടന്നു വരാനുള്ള ഒരു വേദി ഒരുക്കുക, ഒരു സ്പേസ് ഉണ്ടാക്കുക. ഒരു രീതിയിലും ഒരു ഇടതുപക്ഷ സർക്കാരിനും ഒരു പ്രോഗ്രസീവ് ഫോഴ്സിനും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ടും അതിനെതിരെ ഈ ജനരോഷം ഉയരും. ആ ജനരോഷം ഉയരുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കേരളത്തിൻ്റെ സംസ്ഥാന രൂപീകരണം അല്ലെ സ്റ്റേറ്റ് മേക്കിംഗ്, കേരളത്തിൻ്റെ സ്റ്റേറ്റ് മേക്കിംഗ് അങ്ങനെയാണ്. റൈറ്റ് മേക്കിങ്ങിലൂടെയാണ് കേരളത്തിൻ്റെ സ്റ്റേറ്റ് മേക്കിംഗ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ റൈറ്റ് മേക്കിങ്ങിന് വേണ്ടി സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന കാര്യത്തിൽ ആ ഒരു സംശയമില്ല.